ഹായ് ഹലോ, ഞാൻ രൂപേഷ്. അപ്പം ഞാനും സുഹൃത്തുക്കളും കൂടി കൊല്ലങ്കോടൊക്കെ എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം നമ്മളവിടെ നിന്നും മടങ്ങാണ്. നമ്മളവിടെ നല്ല കളപ്പുരയിൽ നിന്ന് നല്ല അടിപൊളി ഊണൊക്കെ കഴിച്ചു അല്ലേ. അപ്പോൾ ഊണൊക്കെ എന്ന് പറഞ്ഞാൽ ആ ഒരു ഊണ് ഞാൻ മറക്കില്ല. ഞാൻ കഴിഞ്ഞ പാർട്ടിലും അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഊണിനോട് അത്ര താല്പര്യമുള്ള ഒരാളല്ല ഞാൻ. പക്ഷേ അവിടെ നിന്നും കിട്ടിയിട്ടുള്ള ആ ഒരു സ്വീകരണം, അല്ലെങ്കിൽ അവർ നമ്മളെ ട്രീറ്റ് ചെയ്ത ആ ഒരു രീതി, കൊല്ലങ്കോടുകാരുടെ ഒരു നിഷ്കളങ്കത, അതേപോലെ തന്നെ ആ ഭക്ഷണത്തിൻ്റെ ഒരു ടേസ്റ്റ്, ആ ഒരു അറ്റ്മോസ്ഫിയർ, നമ്മൾ ഇരുന്ന് കഴിച്ച ആ ഒരു സ്ഥലത്തിൻ്റെ ഒരു ഭംഗി, അതൊക്കെ നിങ്ങൾക്ക് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ എപ്പിസോഡൊന്ന് പോയി കാണണേ. അപ്പോൾ നമ്മളിതിൻ്റെ മൂന്നാമത്തെ ഭാഗത്തിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ ഭാഗങ്ങളൊന്നും കാണാത്തവർ അതെല്ലാം ഒന്ന് കണ്ടിട്ട് വരണം. അപ്പോൾ നമ്മൾ പാലക്കാടാണുള്ളത്. പാലക്കാട് നമ്മൾ കൊല്ലങ്കോട്ടത്തെ കാഴ്ചകൾക്കൊക്കെ ശേഷം ചെല്ലഞ്ചേട്ടൻ്റെ കട നമുക്ക് മിക്സ് ആയിട്ടോ. ചെല്ലഞ്ചേട്ടൻ്റെ കട നമ്മൾ ഈ തിരിച്ചു വന്നപ്പോൾ, കൊല്ലങ്കോട് നമ്മളെ കളത്തിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ ചെല്ലഞ്ചേട്ടൻ്റെ കടയിൽ നല്ല തിരക്കായിരുന്നു. ഒരു ബസ് ആൾക്കാരുണ്ടായിരുന്നു. അവരെല്ലാവരും കൂടി ആ കടേൻ്റെ ഉള്ളിലേക്ക് കയറി നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. പിന്നെ നല്ല മഴ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ വന്നിട്ടുള്ളത് പാലക്കാട് ടൗണിലേക്ക് വന്ന്, ടൗണിൽ നിന്നും കട്ട് ചെയ്തത് നമ്മൾ മലമ്പുഴ റോട്ടിലേക്ക് കയറി. മലമ്പുഴ റോട്ടിൽ മലമ്പുഴയൊക്കെ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കവ ഐലൻഡ് ഉണ്ട്. കവ ഐലൻഡ് ലക്ഷ്യമാക്കിയാണ് നമ്മളിപ്പോൾ പോകുന്നത്. കവ ഐലൻഡിലേക്ക് പോകുന്ന ഭാഗങ്ങളൊക്കെ നല്ല ഭംഗിയുള്ള ഭാഗങ്ങളാണ് കേട്ടോ. നമ്മൾ ഊട്ടിയിലേക്കൊക്കെ പോകുന്ന പോലെ നല്ല പ്രകൃതിയോട് ഇണങ്ങി കിടക്കുന്ന കുറേ സംഭവങ്ങൾ. കാടാണ്, ഫോറസ്റ്റാണ്. അപ്പോൾ അതിൻ്റേതായ പിന്നെ കുറേ നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. മൃഗങ്ങൾ ഇറങ്ങുന്ന സ്ഥലമാണ്, ആന ഇറങ്ങുന്ന സ്ഥലമാണ്, അതേപോലെ ആന താര ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് കൂടെ, കാട്ടിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഇവിടെ ഒരുപാട് സ്ഥലത്ത് കാട്ടിലിറങ്ങി നിൽക്കരുത്, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ഫോട്ടോ പോയിൻ്റ് അല്ല എന്നൊക്കെ. പക്ഷേ എങ്കിലും എവിടെയോ കാടുള്ളത് അവിടെയൊക്കെ മലയാളികളുണ്ടെന്ന് പറഞ്ഞില്ലേ. അതേപോലെ നമ്മളെ നാട്ടിലുള്ള ആളുകൾ അതിനകത്തേക്കൊക്കെ വണ്ടി കൊണ്ടുപോയിട്ട് ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ പോകുന്ന വഴിയിൽ 1-2 ക്ഷേത്രങ്ങൾ, അതേപോലെ മലകൾ, കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ സമയമുള്ളവർക്ക് അതൊക്കെ കയറി എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്. ഇതുപോലെ ഒഴിഞ്ഞ സ്ഥലങ്ങളിലൊക്കെ നിർത്തി എൻജോയ് ചെയ്ത് ഒക്കെ പോകാൻ പറ്റുന്ന ഒരു റൂട്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞതിൻ്റെ പേരിൽ അവിടെ പോയിട്ട് ആരും പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. കാരണം 2 സൈഡും ഫോറസ്റ്റ് തന്നെയാണ്. ഫോറസ്റ്റിലേക്ക് അതിക്രമിച്ച് കയറുക എന്ന് പറഞ്ഞാൽ പ്രശ്നം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഗൂഗിളമ്മായി കാണിക്കുന്ന വഴിയിലൂടെയാണ് നമ്മൾ പോയത്. ഈ ഒരു ഭാഗത്തെത്തിയപ്പോൾ ഗൂഗിളമ്മായി ഈ വഴിയിലൂടെ കാടിൻ്റെ ഉള്ളിലേക്ക് കയറി പോകാൻ പറഞ്ഞു ഞങ്ങളോട്. അപ്പോൾ കാടിൻ്റെ ഉള്ളിലേക്ക് ട്രസ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമാണെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നിരോധിത മേഖല എന്നൊക്കെ. പിന്നെ ഞങ്ങളുടെ ഒരു ധൈര്യത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കവ ഐലൻഡ് ലക്ഷ്യമാക്കിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കവ ഐലൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊല്ലങ്കോടിൻ്റെ ഒക്കെ മാതിരി തന്നെ നേച്ചർ, പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിയിലൂടെ കാണുന്ന കാഴ്ചകളും പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന കാഴ്ചകൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് അതൊക്കെ ആസ്വദിച്ച് ഒരു കാനനയാത്രയൊക്കെ നടത്തിയിട്ടാണ് നമ്മൾ ആ ഐലൻഡിൻ്റെ ഭാഗത്തേക്ക് എത്തുക. ശരിക്കും ഐലൻഡ് എന്ന് പറയുമ്പോൾ അത് നമ്മളെ പിന്നെ റിസർവയറാണ്, നമ്മളെ മലമ്പുഴ ഡാമിൻ്റെ റിസർവയറിൻ്റെ ബാക്ക് വശമാണ്. ആ ഒരു വശത്ത് നമുക്ക് പിന്നെ വേനലൊക്കെ ആണെങ്കിൽ നമുക്ക് കുറേ കൂടി ഡാമിനകത്തേക്ക് ഇറങ്ങി കളിക്കാനും ഒക്കെ പറ്റും. അവിടെ ഒരു ഊഞ്ഞാലുള്ള മരമൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മളിപ്പോൾ ചില റീൽസിലൊക്കെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ട്രെൻഡിങ്ങിലൊക്കെ ആയിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പോൾ അതൊക്കെ കാണാനാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ എക്സ്പെക്റ്റേഷൻസ് അനുസരിച്ച് അവിടെ ഇതൊക്കെ കാണാൻ പറ്റണേ എന്നുള്ളൊരു പ്രാർത്ഥനയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മഴയൊക്കെ ഒന്ന് മാറിയിട്ടോ. കാരണം നമ്മൾ ഏതെങ്കിലും ഒരു സ്പോട്ട് ലക്ഷ്യമാക്കി പോയി കഴിഞ്ഞാൽ നമ്മൾ ആ സ്പോട്ടിലെത്തി നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി അപ്പം മഴ പെയ്യും. ഇന്നത്തെ ഒരു അനുഭവം അതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസകരമായ യാത്ര തന്നെയായിരുന്നു കേട്ടോ. നമ്മൾ 4 ഫ്രണ്ട്സായിട്ട് പോയതുകൊണ്ട് തന്നെ വണ്ടിയിലും ബോറടിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അങ്ങനെ യാത്ര എൻജോയ് ചെയ്ത് നല്ലൊരു മൂഡിലാണ് പോയിക്കൊണ്ടിരുന്നത്. പറഞ്ഞ പോലെ തന്നെ അവിടെ എത്തിയപ്പോൾ മഴ ചെയ്യാൻ തുടങ്ങി. മഴ ചെറിയ രീതിയിലൊന്നുമല്ല, നമുക്ക് കൊല്ലങ്കോട് കളത്തിലൊക്കെ മഴ ചെറിയ രീതിയിലുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പക്ഷേ ഇവിടെ വന്നപ്പോൾ മഴ നല്ല ശക്തമായ കാറ്റോട് കൂടിയിട്ടുള്ള മഴയായിരുന്നു. അപ്പോൾ നമുക്ക് പുറത്തിറങ്ങി, വണ്ടിയിൽ നിന്ന് ഇറങ്ങി നമ്മൾ ഒരു സർവത്ത് കടയുടെ സൈഡിൽ നിൽക്കുകയാണ്. അവിടെ നമ്മൾ സർവത്ത് കുടിച്ചു, അതേപോലെ തന്നെ കമ്പം കഴിച്ചു. അങ്ങനെ 1-2 കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കഴിക്കേണ്ടായിട്ടോ. നല്ല രസകരമായ സംഭവങ്ങളാണ്. അവിടെ കുറേ കടകളൊക്കെ ഉണ്ട്. പിന്നെ ഇതുപോലെ നമുക്കിതിങ്ങനെ ഡാമിനകത്തേക്ക് ഇങ്ങനെ കുറേ വഴികളുണ്ട്. ഡാമിൻ്റെ ആ റിസർവോയറിൻ്റെ ഉള്ളിലേക്ക് നമുക്കിങ്ങനെ ഇറങ്ങി ചെന്നിട്ട് ഫോട്ടോസ് എടുക്കാനും അവിടെ പിന്നെ കാലാവസ്ഥ അല്ലെങ്കിൽ അതിൻ്റെ പ്രകൃതി ആസ്വദിക്കാനൊക്കെ പറ്റുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഈ കാണുന്ന അപ്പുറത്തെ ആ തുരുത്തിലൊക്കെ ആളുകളുണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകമായ കാഴ്ച, അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്നൊക്കെ പറയുന്നത് ഇതുപോലെ ഇങ്ങനെ ഡാമിനകത്തേക്ക് കുറേ ഭാഗങ്ങൾ ഇങ്ങനെ ഇറങ്ങി കിടക്കുന്നുണ്ട്. ആ ഒരു ഭാഗത്തേക്ക് കൂടിയൊക്കെ നമുക്ക്
അങ്ങോട്ട് ഇറങ്ങാം. ഇപ്പോൾ ഈ വർഷക്കാലമായിട്ട് ഡാം നിറഞ്ഞ് കവിഞ്ഞ് കിടക്കുന്ന ഒരു സമയമായിട്ട് പോലും നമുക്കിവിടെ കുറച്ചൊക്കെ ഇറങ്ങി പോകാൻ പറ്റുന്നുണ്ട്. അപ്പോൾ വേനൽക്കാലത്താണ് നമ്മൾ വരുന്നതെങ്കിൽ ഇത് ഡാമിൻ്റെ റിസർവെയർ കുറേ കൂടി നമുക്ക് താഴോട്ട് ഡാമിനകത്തേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനൊക്കെ നല്ല രസമായിരിക്കും. അപ്പോൾ നമ്മൾ മഴയൊന്നും വയ്ക്കാതെ നമ്മൾ കൂടെയുള്ള ഫ്രണ്ട്സൊക്കെ നമ്മൾ മഴ ഒരു ചെറിയ ടവലൊക്കെ തലയിലിട്ടിട്ട് കാഴ്ചകൾ എൻജോയ്. ശരിക്കും ഈ മഴ വൈബ് എന്ന് പറയുന്നത് വേറൊരു വൈബാണ്. നമ്മൾ വേനലിൽ വരുന്ന പോലെ അല്ലല്ലോ. മഴ വൈബ് ശരിക്കും ആസ്വദിക്കാൻ പറ്റും. ഇവിടെ ഒരുപാട് ഫാമിലീസും ചെറിയ കുട്ടികളൊക്കെ ഉള്ള ഫാമിലീസൊക്കെ ഉണ്ട് കേട്ടോ. വളരെ രസകരമായിട്ട് അവരൊക്കെ ഇത് എൻജോയ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇങ്ങനെ ഒരുപാട് ഏരിയ ഉണ്ട്. നമ്മളൊരു ബീച്ചിലൊക്കെ പോയിട്ട് ഇങ്ങനെ നടക്കുന്ന പോലെ ഒരുപാട് ഏരിയ ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ രണ്ട് സൈഡിൽ കൂടി നിറയെ ആളുകളും ഉണ്ട്. അത് നമുക്ക് വണ്ടിയുടെ ആ ഒരു പാർക്കിംഗ് ബാഹുല്യം കാണുമ്പോഴാണ് അത് മനസ്സിലാവുക അതിനകത്തൊക്കെ ആളുകളുണ്ട് എന്നുള്ളത്. കാരണം വണ്ടികൾ ഒത്തിരി ഉണ്ട്. വണ്ടികൾ ഇവിടെ തന്നെ പാർക്കിങ്ങിനൊക്കെ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉള്ള സ്ഥലമാണ്. വലിയ വണ്ടിയായിട്ടൊക്കെ വരികയാണെങ്കിൽ പാർക്ക് ചെയ്യാൻ, ബസ്സൊക്കെ വരികയാണെങ്കിൽ എന്തായാലും പാർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ചെറിയ വണ്ടികളാണെങ്കിൽ പിന്നെ രസകരമായിട്ട് അങ്ങനെ പാർക്ക് ചെയ്യുക. നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ വേനൽക്കാലത്തൊക്കെ വരികയാണെങ്കിൽ ഈ പനകൾ നിൽക്കുന്ന അവിടെ കര കാണാൻ പറ്റും, ഒരു ദ്വീപ് പോലെ. അതൊക്കെ കുറേ റീൽസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പം മഴക്കാലം ആയതുകൊണ്ടും അവിടെ വെള്ളം അതിനും പനകളുടെ ആ ഒരു കര കാണുന്നില്ല, അവിടെ പനകൾ മാത്രമേ കാണുന്നുള്ളൂ. വെള്ളം നല്ല പൊന്തിയിട്ടുണ്ട്. പിന്നെ മഴയും ആകാശം ഇരുണ്ട ആകാശമൊക്കെ ആയതുകൊണ്ട് ഇതിൻ്റെ ഒരു ബ്യൂട്ടി നിങ്ങൾക്ക് എത്ര കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയില്ല. നല്ല കാറ്റുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത്. നമ്മൾ അവിടെ ചെന്ന സമയം എന്ന് പറഞ്ഞാൽ ഒരു 4-4:30 ആ ഒരു സമയമായിരുന്നു. ഒരു ഈവനിങ് സമയത്താണ് നമ്മൾ അവിടെ എത്തിയത്. അപ്പോൾ ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മഴ നമ്മൾ പിന്നെ കൊല്ലങ്കോട് കളത്തിലൊക്കെ ഉണ്ടായിരുന്ന പോലെ ചെറിയ മഴ, നൂൽമഴ തന്നെ ഉള്ളൂ കേട്ടോ. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ കാറ്റും കൂടി ഉള്ളതുകൊണ്ട് മഴ നല്ല ശക്തിയായിട്ട് നമ്മളെ ശരീരത്തിലേക്ക് അടിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തണുപ്പും പിന്നെ നമ്മളെ തലയിലോ നമ്മുടെ അടുത്ത് കുടയും അല്ലെങ്കിൽ മറ്റ് സംഭവങ്ങളൊന്നുമില്ല. ശരിക്കും മഴക്കാല യാത്ര ചെയ്യുമ്പോൾ അങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ കയ്യിൽ വെക്കുന്നത് നന്നാവും. ഈവൻ മരത്തിൻ്റെ ചോട്ടിൽ നിന്നാൽ പോലും നമുക്ക് നല്ല ശക്തിയായിട്ട് മഴ കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്നുണ്ടാവും വിഷ്വൽസിൽ നിന്ന്. നല്ല മഴ ഉണ്ട്. പിന്നെ ഇതാണ് ഡാമിൻ്റെ ആ ഒരു റിസർവോയറാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കേട്ടോ. നല്ല നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. ഞാൻ ആ നേരത്തെ പറഞ്ഞ ദ്വീപ് പോലെ കാണുന്ന ആ ഒരു സ്ഥലമാണ്. ഇപ്പോൾ നമുക്ക് നല്ല മഴ പെയ്യുന്നതുകൊണ്ട് ക്ലാരിറ്റി കുറവുണ്ടാവും, അതൊക്കെ ക്ഷമിക്കണേ. നമുക്ക് ഇനി നല്ലൊരു സമയത്ത് നല്ല മഴക്കാലമൊക്കെ കഴിഞ്ഞിട്ടൊരു തവണ ഇവിടെ വരണം. ഇവിടെ ഒരുപാട് രസകരമായ ഒരു സ്ഥലം തന്നെ കേട്ടോ. എനിക്കിഷ്ടമായി സംഭവം. നമുക്ക് പ്രകൃതിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. പിന്നെ കുട്ടികളും ഫാമിലിയായിട്ടൊക്കെ വരാനും സേഫാണ്. വലിയ കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ലാത്ത, വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലം. കാരണം ഇത് കുറേ ഏരിയ ഉള്ളതുകൊണ്ട് തിരക്ക്, നമ്മൾ വണ്ടി പാർക്കിങ്ങിനൊക്കെ തിരക്കുണ്ടെങ്കിലും ഈ ഏരിയയിൽ നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ വലിയൊരു തിരക്ക് ഫീൽ ചെയ്യില്ല. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നമ്മൾ പ്രകൃതിയോട് ഇണങ്ങി ഒരുപാട് കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകളായതുകൊണ്ട് തന്നെ പ്രകൃതി ഭംഗി നമുക്ക് ഒരിക്കലും മടുക്കില്ലല്ലോ. നമ്മൾ നേരത്തെ റീൽസിലൊക്കെ പറഞ്ഞ ഊഞ്ഞാലത് അവിടെ ആ മരത്തിലാണ് കേട്ടോ. നമ്മൾ മഴ ആയതുകൊണ്ട് അങ്ങോട്ടൊന്നും നമ്മൾ വല്ലാതെ അങ്ങോട്ട് പോയിട്ടില്ല. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളൊരു 4 മണിക്കൊക്കെ വരികയാണെങ്കിൽ മഴയൊന്നും ഇല്ലാത്ത സമയമാണെങ്കിൽ നമുക്ക് കുറേ സമയം ഇവിടെ ചിലവഴിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമൊക്കെ ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ അത്. അപ്പോൾ ഞങ്ങളിനി മടങ്ങുകയാണ്. ഞങ്ങളിനി നേരെ നാട്ടിലേക്കുള്ള യാത്രയിലാണ്. നാട്ടിലും നല്ല മഴയാണെന്നാണ് നാട്ടിൽ നിന്ന് വിളിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇനി നേരെ നാട്ടിലേക്കാണ്. അപ്പോൾ ഒരു ദിവസം കൊണ്ട് നമ്മൾ പാലക്കാട് വന്നിട്ട് കൊല്ലങ്കോടും അതേപോലെ കവ ഐലൻഡും വേണമെങ്കിൽ നമുക്ക് മലമ്പുഴ ഡാമിലും കൂടി കയറാനുള്ള സമയം ഉണ്ടാവും. കൊല്ലങ്കോട് പോകുമ്പോൾ തിരക്കില്ലാത്ത ദിവസം പോകാൻ ശ്രദ്ധിക്കുക. കാരണം എന്താ വെച്ചാൽ തിരക്കുള്ള ദിവസം പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ പല സ്ഥലങ്ങളിലും കയറാനോ അല്ലെങ്കിൽ അവിടെ എത്തിപ്പെടാനോ പറ്റാത്തത്ര ബ്ലോക്കും കാര്യങ്ങളും ആയിരിക്കും. കാരണം ചെറിയ ചെറിയ റോഡുകളാണ് കൊല്ലങ്കോട് ഭാഗത്തേക്കുള്ളത്. അതാണ് മെയിനായിട്ടുള്ളൊരു
ഡിഫോൾട്ട്. അപ്പോൾ നമ്മൾ പോകുന്ന ദിവസം തിരഞ്ഞെടുക്കുമ്പോൾ സൺഡേകളൊന്നും ഒരിക്കലും തിരഞ്ഞെടുക്കാതിരിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അവിടെ നമ്മൾ ഏതെങ്കിലും ഒരു സ്പോട്ടൊക്കെ കണ്ട് തിരിച്ചു പോകേണ്ടി വരും. നമുക്കതാണ് പറ്റിയത്. നമുക്ക് ചെല്ലഞ്ചേട്ടൻ്റെ കട മിസ്സായതിൽ വളരെയധികം സങ്കടമുണ്ട്. കാരണം ജസ്റ്റ് നമ്മൾ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കിട്ടി, അല്ലാതെ പിന്നെ അവിടെ ഒരു ക്ഷേത്രമുണ്ട്, ഒരുപാട് ആൽമരങ്ങൾ ഇതൊക്കെ ഉള്ള ഒരു ക്ഷേത്രമുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. അതേപോലെ തന്നെ വാട്ടർഫാൾസിൻ്റെ അവിടേക്ക് നമുക്ക് പോകാൻ പറ്റിയില്ല. ഒക്കെ നമുക്ക് മിസ്സായ സ്ഥലങ്ങളാണ്. അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് ഒരു 9:30-ഒക്കെയാണ് പോയത്. എന്നിട്ടാണ് നമുക്ക് ഇത്രയും സ്ഥലങ്ങൾ കവർ ചെയ്യാൻ പറ്റിയത്. നമ്മൾ കുറച്ചുകൂടി നേരത്തെ പോവുകയാണെങ്കിൽ നമുക്ക് കൊല്ലങ്കോടൊക്കെ അടിപൊളിയായിട്ട് കവർ ചെയ്യാൻ പറ്റും. കൊല്ലങ്കോട് നിങ്ങൾ മാപ്പൊക്കെ ഇട്ട് വരികയാണെങ്കിൽ കൊല്ലങ്കോടല്ല കേട്ടോ മാപ്പിടേണ്ടത് നമ്മൾ ഏത് സ്പോട്ടിലേക്കാണോ പോകുന്നത് ആ ഒരു സ്പോട്ടിൻ്റെ പേര് മാപ്പിട്ടിട്ട് പോവുക. അപ്പോൾ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് എത്തും. എല്ലാ ചെല്ലഞ്ചേട്ടൻ്റെ കടയൊക്കെ ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നേരെ മേലാറ്റൂർ മിയാമിയിൽ വന്നിട്ട് ഒരു നല്ല മന്തി അൽഫാമൊക്കെ കഴിച്ചിട്ടാണ് ഇന്നത്തെ ദിവസം ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കാഴ്ചകൾ കൂടിയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. മന്തി അൽഫാമൊക്കെ നമ്മൾ മുന്നിലേക്ക് എത്തി. അപ്പോൾ മിയാമിയയിലെ മന്തി അൽഫാമൊക്കെ നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവും, അടിപൊളിയാണ്. അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് കാണണം കാണാത്തവർ. അതേപോലെ ഇതുപോലുള്ള ട്രാവൽ വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വരും. ഇതിൻ്റെ മുൻപും കുറേ ട്രാവൽ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാണാത്തവർ ആദ്യമായിട്ട് ഈ വീഡിയോ ആണ് കാണുന്നതെങ്കിൽ ആ വീഡിയോസൊക്കെ ഒന്ന് കയറി നോക്കണേ, അഭിപ്രായങ്ങൾ അറിയിക്കണേ. ഈ വീഡിയോസിൻ്റെയും അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ അറിയിക്കണം. നമുക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സ്ഥലം കൊല്ലങ്കോട് തന്നെയാണ്. കൊല്ലങ്കോടിൻ്റെ ആ ഒരു ബ്യൂട്ടിയും കാര്യങ്ങളൊക്കെ നമ്മൾ തൊട്ട് മുമ്പത്തെ എപ്പിസോഡിലുണ്ട്. അപ്പോൾ ആ എപ്പിസോഡ് കാണാത്തവർ ഈ കൊല്ലങ്കോടിൻ്റെ ഭംഗിയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഇവിടെ നിന്ന് കണ്ടോളൂ. അതിന് ശേഷം നമ്മുടെ സെക്കൻഡ് എപ്പിസോഡ് ഒന്നെടുത്ത് കാണണം. ഓക്കെ, ബൈ ഫ്രം രൂപേഷ്.